എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തൊക്കെ എന്ന് നോക്കിയപ്പോഴാണ് ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യാത്തതായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലായി. ഞാൻ പണ്ട് തൊട്ടേ നല്ല സെയിൽസുകാരനാണ്. അതുകൊണ്ട് ഏത് കസ്റ്റമർ അടുത്ത് പോയാലും എനിക്ക് പേയ്മെൻറ്റ് കിട്ടും. എവിടെ പോയാലും ഞാൻ കാശും മേടിച്ചുകൊണ്ടേ വരാറുള്ളൂ. അങ്ങനെ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്തും 13 വർഷം സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്വന്തമായി ബിസിനസ് തുടങ്ങിയ സമയത്തും എവിടെ ചെന്നാലും കാശാണ്. എവിടെ പോയാലും ആ കസ്റ്റമറുടെ അടുത്തുനിന്ന് പൈസയും മേടിച്ചോട്ടേ തിരിച്ചു വരൂ. അപ്പോൾ ഒറ്റ ബിസിനസ്സിൽ പോലും 8 ബിസിനസ് ചെയ്തു, 8 പടലം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ 8 ബിസിനസ്സിൻ്റെ അകത്തും സെയിൽസിന് ഒരു കുറവില്ലായിരുന്നു, വരുമാനത്തിന് ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? 8 എണ്ണം പൊട്ടാനുള്ള റീസണിലൊന്ന്, ഞാൻ എപ്പോഴും വലുതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് കാര്യങ്ങളൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കിന് നാട്ടിലൊരു ഓഫീസ് ഇട്ടു. ഓഫീസിൻ്റെ സെറ്റപ്പ് കാര്യത്തിനൊക്കെ ഒരു 10-12 ലക്ഷം രൂപ ചെലവാക്കുന്നു. അന്ന് ആ 12 ലക്ഷം രൂപ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഗോൾഡൻ ഗൂസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത് എന്തായി മാറിയേനെ എന്ന് ഇപ്പം ഞാൻ തിരിച്ച് ചിന്തിക്കുക. വണ്ടി കാശ് കുറച്ചങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കിന് അപ്പോഴത്തേക്കിന് അടുത്ത മോഡൽ, അന്നത്തെ ഏറ്റവും വലിയ വണ്ടികളിലൊന്നായിരുന്നു സ്കോഡ ലോറ. ഇത് പോയി എടുക്കുന്നു. ഇതെല്ലാം വലുത് 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 വലുത്. രണ്ടാമത്തെ ആയിരുന്നു കടം. ഞാൻ 2 രീതിയിൽ ജീവിച്ചിട്ടുണ്ട്. ഒന്ന് കടക്കാരനായിട്ടും, 2 കടം ഇല്ലാതെയും. കടക്കാരനായിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ, വീട്ടിൽ ആളുകൾ അന്വേഷിച്ച് വരുന്ന സമയത്ത്, കാശ് കൊടുക്കാനുള്ളവർ വരുന്ന സമയത്ത് കയറി ഒളിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ, സ്വന്തം മക്കളെ കൊണ്ട് കള്ളം പറയിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ, അമ്മയും ഭാര്യയും അച്ഛനും ഉൾപ്പെടെ ഇവരുടെ മുന്നിൽ തല കുനിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ. അകത്തിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു കോളിംഗ് ബെൽ അടിച്ചാൽ ആദ്യമാണ് ആരാ വന്നത് എന്നുള്ള പേടി. വീട്ടിൽ പോലും പോകാതെ മാറി നടന്നിരുന്ന ദിവസങ്ങൾ. ഫോൺ അന്ന് തൊട്ടുള്ള ശീലമാണ്, ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല. എൻ്റെ ഫോൺ കഴിഞ്ഞ 14 വർഷമായി സൈലൻറ്റിലാണ്. എനിക്കിതിൻ്റെ റിങ്, കോളർ ടോൺ കേൾക്കുമ്പോൾ എനിക്ക് കാശ് കൊടുക്കാനുള്ള ആരോ വിളിക്കുന്നു എന്ന ഭയം എൻ്റെ ഉള്ളിലൊരു തീ ഇങ്ങനെ കത്തി. ഇപ്പോഴും ഇതെല്ലാം കൊടുത്തു തീർന്നു എന്നുള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സ്, ആ പേടി അവിടെ കിടപ്പുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോൺ ഞാൻ കമത്തിയേ വെക്കാറുള്ളൂ. കാരണം സൈലൻ്റ് ആക്കി വെച്ചാലും ഈ സ്ക്രീനിൽ കോള് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രയും ഭയത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, അധികമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒറ്റ കാര്യം, നമ്മുടെ ബാധ്യത എടുത്ത് നമ്മളുടെ മക്കളുടെയും ഭാര്യയുടെയും തലയിലോട്ട് വെച്ചു കൊടുക്കാതിരിക്കുക. നമ്മുടെ ബാധ്യത എടുത്ത് അവരുടെ പെടലിക്കോട്ട് വെച്ചു കൊടുക്കാതിരിക്കുക. നമ്മളെല്ലാവരും വേണം, ശുഭാപ്തി വിശ്വാസം നമുക്ക് വേണം, നമുക്ക് പോസിറ്റീവ് തിങ്കിങ് വേണം. ബട്ട് അതോടൊപ്പം നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. എന്താ അതിൻ്റെ പേര്? നെഗറ്റീവ് പ്രിപ്പറേഷൻ. എന്താണ് ആ നെഗറ്റീവ് പ്രിപ്പറേഷൻ? നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ താങ്ങി നിർത്താൻ പറ്റണം.